കൂട്ടത്തിലൊരുത്തന് ടീ ഫാക്ടറി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലുള്ള കണന്തേവൻ ഹിൽ പ്ലാന്റേഷൻ ടീ ഫാക്ടറിയിലാണ്. ചെറുപ്പം തൊട്ടേ ഒപ്പമുള്ള ഞങ്ങളുടെ ആ ഒരു പഴയ ഗ്യാങ്ങാണ്. എല്ലാവരും വീണ്ടും ഒന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ആ പഴയ കാലം, അതായത് 10ാം ക്ലാസ് +1 പഠിക്കുന്ന കാലഘട്ടം, കയ്യിൽ ക്യാഷ് ഇല്ലായിട്ട് അവിടുന്ന് ഇവിടുന്ന് പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലിക്കൊക്കെ പോയി ക്യാഷ് സ്വരൂപിച്ച് ട്രിപ്പ് പോയൊരു കാലം. അന്നത്തെ ആ വൈബ് അതൊരു വീഡിയോ രൂപത്തിലെടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. കാരണം അന്ന് സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രസമൊക്കെ തീർന്നു. അതായത് ഫാമിലി, കുട്ടി, കല്യാണം എന്നൊക്കെ ആയിട്ട് ചിലർ വിദേശത്ത് ജോലിക്ക് പോയി, എന്നെപ്പോലെ ചിലർ നാട്ടിൽ ഓടും ചെയ്തു. എങ്കിലും ഞങ്ങളുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നും ഉയർന്നു വന്നിരുന്ന ഒരേ ഒരു ചർച്ച, എടാ എന്നാ ആ പഴയ വൈബിലുള്ള ആ ഒരു ട്രിപ്പ് നമുക്ക് ഇനിയും പോകാൻ പറ്റുക എന്നുള്ളതായിരുന്നു. മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടന്നിരിക്കണം എന്നുള്ളതാണ്. വിദേശത്തുള്ള യുവന്മാരൊക്കെ കൂടെ ഒരു ഡേറ്റും സെലക്ട് ചെയ്ത് നാട്ടിലേക്ക് വന്നു. നമ്മൾ ഇവിടുന്നു ആ ഡേറ്റിനൊക്കെ സെറ്റാക്കി ട്രിപ്പ് മോഡ് ഓൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. നമ്മളെ പഴയ ഗ്യാങ്ങിൽ ഞങ്ങളുടെ ഫാമിലിയും ഉണ്ട് കേട്ടോ. അങ്ങനെ യാത്ര വട്ടവടയിലെ ഒരു റിസോർട്ടിലേക്കാണ്. ആദ്യം തന്നെ നമ്മുടെ EV ഒക്കെ എടുത്താലോ എന്നുള്ളതായിരുന്നു ചർച്ച. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇപ്പോൾ EV ആണ്, അപ്പോൾ അതെടുത്താണ് പോയാൽ മതിയില്ലേ എന്നായിരുന്നു. ഞാൻ പറഞ്ഞു EV വേണ്ട, നമുക്ക് പഴയ പോലെ ഒരു ഗ്യാങ് ആയിട്ട് തന്നെ ഒരൊറ്റ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എടുത്തു പറയേണ്ടതാണ് ബി ക്ലബിൻ്റെ ഫോഴ്സ് അർബാനിയയിലാണ് ഞങ്ങളുടെ യാത്ര. ഇവരുടെ ഈ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ മുതലിതാ ഇതിനെ കിട്ടുമെന്നുള്ള നോക്കിക്കോ. ഇതാണ് ജിത്തു ബ്രോ. വട്ടവടയിലെ ഞങ്ങളുടെ റിസോർട്ട് ഏകദേശം ഒരു 10 to 15 കിലോമീറ്ററോളം ഭയങ്കര ഓഫ് റോഡ് കുന്ന് കയറിയിട്ട് വേണം എത്താൻ. അവിടുന്ന് വേറെ ജീപ്പ് വിളിക്കേണ്ടി വരുമോ എന്നുള്ളത് കരുതിയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ജിത്തു ബ്രോ പറയുന്നത് നമുക്ക് നമ്മുടെ അർബാനിയെ കൊണ്ടൊന്ന് ട്രൈ ചെയ്താലോ എന്ന്. ആദ്യം തോന്നി കോമഡി ആണോ എന്നുള്ളത്. പിന്നെ അദ്ദേഹം വണ്ടി കയറ്റിയിട്ട് നമ്മളോട് ചില ഭാഗങ്ങളിൽ അടി തട്ടുന്നു തോന്നുന്ന സമയത്ത് മാത്രം വണ്ടി ഇറങ്ങി നടക്കാൻ പറയും. നമ്മളാണെങ്കിലോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുന്നിൻ ചെരുവിലൂടെ ആ ഒരു എക്സ്പ്ലോറിങ് അത് വേറെ വൈബാണ്. എന്തായാലും ഒടുവിൽ നമ്മുടെ ജിത്തു ബ്രോ ആ കുന്നിൻ മുകളിലുള്ള നമ്മുടെ റിസോർട്ട് ദ ഓൺലി പ്ലേസ് ലോക്ക് ക്യാബിനിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ആ ഒരു താഴ്ച നോക്ക്, എന്താ രസിച്ചിട്ടാ. ഫാമിലിയുമായിട്ടൊക്കെ ട്രിപ്പ് പോരാൻ പറ്റിയ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒഴിഞ്ഞ ഒരു ഭാഗം, അതായത് നമുക്ക് ടെൻഷനും മറ്റുള്ള പ്രശ്നങ്ങളും എല്ലാം ഒഴിച്ചിട്ട് മനസ്സിനെ ഫ്രീ ആക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ഒഴിഞ്ഞ പ്രദേശം, ഒരു ശബ്ദം ഒന്നുമില്ല. നമ്മുടെ ഫാമിലിയുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് സുഖമായിട്ട് നിന്ന് പോകാൻ പറ്റിയ നല്ല വൈബുള്ള ഒരു ഏരിയ. ആ മുന്നിൽ ആ റെഡ് ഷർട്ട് ഇട്ട് പോകുന്നവനെ കണ്ടോ? അവന് മാത്രമായിട്ടാണ് ആ മുന്നിൽ കാണുന്ന എയർ ഫ്രെയിം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അവന് പോലും അറിയില്ല ആ എയർ ഫ്രെയിം അവനുള്ളതാണെന്നുള്ളത്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെന്തെങ്കിലും കൊടുക്കേണ്ട ഒരു സർപ്രൈസ്, അങ്ങനെ പ്ലാനിട്ടാണ്. നല്ല തണുത്ത കാറ്റും കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ആ പച്ചപ്പും. പറഞ്ഞു വരുന്നത്
നമ്മുടെ ഈ വട്ടവടയിലെ ഇത് ഓൺലി പ്ലേസ് ലോ ക്യാബിനാണ്. നിങ്ങളാ കാണുന്ന ആ റിസോർട്ട് കണ്ടോ? ഇതൊക്കെ മരത്തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഫുള്ള് നമ്മളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ വന്ന മുതലേ നമ്മുടെ കിളി പോയി കിടക്കുകയാണ്. കാരണം ചുറ്റും തിരിഞ്ഞു നോക്കുന്ന സമയത്തൊക്കെ മലനിരകളും പൂന്തോട്ടവും കാടുമാണ് കാണുന്നത്. അത്രയും ഭംഗിയാണ്. അതിൻ്റെ ഒരു ഫീല് ഈ വീഡിയോയിലൊന്നും കണ്ടാൽ മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല. ഒന്ന് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. രാത്രിയായപ്പോൾ ആ ഫീലിംഗ് അത് ഇരട്ടിയായി എന്ന് പറയാം. തണുപ്പ് കൂടി വന്നിട്ടേ ഒട്ടും സഹിക്കാൻ പറ്റാത്ത നല്ല കിടിലൻ തണുപ്പ്. എന്തായാലും പുറത്തു കൂടി നടന്നിട്ടൊന്നും ഒരു പരിപാടി നടക്കൂലെന്ന് മനസ്സിലാക്കിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അത് പിന്നെ ഫ്രണ്ട്സ് തന്നെ പല ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അത് റൂമിലിരുന്ന് കളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. ഈ വീഡിയോയിൽ കാണുന്ന ഈ കിച്ചൺ, ഇതിൽ അവരുടെ ചേച്ചിമാർ വന്നിട്ട് ഫുഡ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരികയാണ്. നമ്മൾ എന്താണോ ഫുഡ് പറയുന്നത് ആ ഫുഡ് നമുക്ക് വേണ്ടിയിട്ട് അവർ സെറ്റാക്കി തരും. അതും നമുക്ക് എത്രയും കഴിക്കാം, അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. നമുക്ക് ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെപ്പോൾ വേണ്ട മതി എന്നൊക്കെ പറയുന്ന സമയത്താണ് അവർ ഫുഡ് നിർത്തുന്നത്. എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണമാണ് നമുക്ക് ഫുഡ് വെച്ച് തരുന്നത്. നല്ല ടേസ്റ്റി ഫുഡ്. രാവിലെ എണീച്ച് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ വയറ് നിറയെ കഴിച്ചിട്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ വന്നിട്ട് വേണം ഈ കാട്ടിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ. ആ കിട്ടിയ സമയത്ത് ഞാൻ ആ റൂമും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വിളിച്ചാൽ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു വൈബ്. ഫുള്ള് വുഡ് കൊണ്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള 3 റൂമുകളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. അത് 3 നമ്മളതാണ്. പിന്നെ അതിൻ്റെ പുറമെ ഞാൻ പറഞ്ഞല്ലോ ആ എ ഫ്രെയിമും നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെയുള്ള ആ ഭിത്തികളിലൊക്കെ ഫോട്ടോസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ആ കാട്ടിൽ കണ്ട മൃഗങ്ങളെയാണ് അവർ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഓണർ അങ്ങനത്തെ ഒരു വൈബിലുള്ള ഒരു മനുഷ്യനാണ്. അയാളോടും പരിചയപ്പെട്ടു. ഈ റിസോർട്ട് ഇങ്ങനെ പണിഞ്ഞിട്ടുള്ളത് അയാളും അയാളുടെ മക്കളൊക്കെ കൂടെ കൂടിയിട്ടാണെന്ന് പറഞ്ഞു. അല്ല പ്രത്യേക കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനത്തെ ടീംസൊന്നും അല്ല. അവിടുത്തെ ഏതൊരു ടീമിനെ വിളിച്ചിട്ട് അയാളും അയാളുടെ മക്കളും കൂടെ ഡിസൈൻ ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള റിസോർട്ടാണ് എന്നാണ് പറഞ്ഞത്. ഈ ഫോട്ടോ ഫ്രെയിമുകൾക്കിടയിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫോട്ടോസും അവിടെ ഫ്രെയിം ചെയ്തതായിട്ട് കണ്ടു. നോക്കിയേ.
ഫ്രണ്ട്സും ഫാമിലികളൊക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ നടത്തായി. നോക്കിയേ, ഞങ്ങൾ നടന്ന് നടന്ന് ആ കുന്നിൻ്റെ മുകളിലോട്ട് ഇനിയും കയറാനുണ്ട്. കയറി ആ കാടിൻ്റെ ഉള്ളിലോട്ട് എത്തി. ഉള്ളിൽ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഡയറക്റ്റ് കാണുന്ന ആ പുൽമേട് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്തൊക്കെ രാത്രി കാലങ്ങളിൽ മൃഗങ്ങൾ വരുന്നുണ്ട്. നമുക്കത് റിസോർട്ടിൽ നിന്ന് കാണാനും കഴിയുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഫ്രീ ആയിട്ട് എങ്ങോട്ടേലും ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വട്ടവടയിലെ ഈ റിസോർട്ടൊക്കെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുള്ളൂ. അടിപൊളിയാണ്. വേറൊരു ഫീലിംഗ് ആണ് നമുക്കിവിടെ വന്ന സമയത്ത് അനുഭവപ്പെടാൻ പറ്റിയത്. ഞങ്ങൾ 2 ദിവസത്തെ സ്റ്റേയും കാര്യങ്ങളാണ് ഇവിടെ എടുത്തത്. പിന്നെ ഈ ഫുഡും കാര്യങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. മൊത്തം അവിടെയുള്ള ആ ഒരു റിസോർട്ടും പിന്നെ അതിൻ്റെ മുന്നിലുള്ള ഫ്രെയിമും എടുത്തിട്ട് ഞങ്ങളൊരു 4-5 ഫാമിലി അടിപൊളിയായിട്ട് അവിടെ നിന്നു. അത് ആകെ മൊത്തം ചിലവായിട്ടുള്ളത് 52,000 രൂപയാണ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതേ റിസോർട്ടിൽ വന്നിട്ട് നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ വന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.